അങ്ങനെ ഒരു ആപ്പിൾ യൂസർ എന്ന നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഒരു ടൈം എത്തിക്കഴിഞ്ഞേക്കുവാണ്. അതായത് ഐഫോൺ 16 സീരീസും ആപ്പിളിൻ്റെ മറ്റ് പുതിയ പ്രോഡക്റ്റ് അനൗൺസ്മെൻറ്റും അടുത്ത മാസം സെപ്റ്റംബർ 9 ഒഫീഷ്യലി ലോഞ്ച് ചെയ്യും അല്ലെങ്കിൽ അൺവീൽ ചെയ്യും എന്നുള്ള കാര്യം ഒഫീഷ്യലി ആപ്പിൾ അനൗൺസ് ചെയ്തേക്കുവാണ്. സോ സെപ്റ്റംബർ 9. അപ്പോൾ അടുത്ത മാസം സെപ്റ്റംബർ 9 ആപ്പിളിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ഐഫോൺ 16 സീരീസും പുതിയ M4 മാക് മിനി, അത് കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആയിട്ടുള്ള മാക് മിനി, അതോടൊപ്പം തന്നെ ന്യൂ ജനറേഷൻ എയർപോഡ്സ് 4th ജനറേഷനും ആപ്പിൾ അൺവീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റുകളെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മിമിലൻ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നലെ ഓഗസ്റ്റ് 26 ആപ്പിൾ ഇറ്റ്സ് ഗ്ലോ ടൈം എന്ന് പറഞ്ഞ പേരിൽ ഈ ഒരു ഇവൻ്റ് ഇൻവിറ്റേഷൻസ് സെൻഡ് ചെയ്ത് തുടങ്ങിയത്. ഇപ്പം ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻവിറ്റേഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഇൻവിറ്റേഷനിൽ നമുക്ക് തുടങ്ങാം. കാര്യം ഇതിനകത്ത് കുറച്ച് ക്ലൂസ് എപ്പോഴും ആപ്പിൾ ഇതുപോലുള്ള ഈസ്റ്റർ എഗ്സ് അവരുടെ ഇൻവിറ്റേഷനകത്ത് കൊടുക്കാറുള്ളതാണ്. നമ്മൾ എല്ലാ വർഷത്തെയും ഇവൻ്റ് ഇൻവിറ്റേഷൻസ് എടുത്ത് നോക്കിയാൽ നമുക്ക് അതിനകത്ത് ആ ഇറങ്ങാൻ പോകുന്ന പ്രോഡക്റ്റുകളെ പറ്റി അല്ലെങ്കിൽ ആ ഇവൻറ്റിനെ പറ്റിയുള്ള കുറച്ച് ക്ലൂസ് നമുക്ക് അതിനകത്ത് കിട്ടും. ഇതിൽ ഏറ്റവും ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആപ്പിൾ ഇൻ്റലിജൻസ്. ആപ്പിൾ ജൂണിൽ നടന്ന WWDC ഇവൻറ്റിലാണ് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഫംഗ്ഷനാലിറ്റി ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ നമ്മൾ പരിചയപ്പെട്ട പുതിയ സിരി UI യൂസർ ഇൻ്റർഫേസിൻ്റെ കളർ മൊത്തത്തിൽ ഈ ഒരു കളറുമായിട്ട് ഭയങ്കര മാച്ചിങ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, ജൂണിൽ WWDC ഇവൻറ്റിൽ നമ്മൾ പരിചയപ്പെട്ട ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സിന് അഡീഷനായിട്ട് മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള പുതിയ കുറച്ച് ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചർ സ്പെസിഫിക് ഫോർ ഐഫോൺ 16 സീരീസ് അല്ലെങ്കിൽ 16 ലൈനപ്പിലേക്ക് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഈ ഒരു ഇവൻറ്റിൽ വരാൻ പോകുന്ന ഓരോ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ 16 ലൈനപ്പിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡിസൈൻ. ഐഫോൺ 16 സീരീസ് 4 മോഡൽസിലാണ് ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ 4 മോഡൽസിൽ ഐഫോൺ 16 പ്ലസ്, 16 പ്രോ, 16 പ്രോ മാക്സ്. ഇതിൽ പ്രോ സീരീസിലേക്ക് വരുമ്പം 4 കളേഴ്സ്. അതിൽ ഒരു എക്സെപ്ഷൻ അല്ലെങ്കിൽ ഒരു അഡീഷണൽ കളർ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം 15 ലൈനപ്പിൽ നമുക്കറിയാം ബ്ലൂ ടൈറ്റേനിയം എന്ന് പറയുന്ന ഒരു കളർ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന് പകരമായിട്ട് ബാക്കി എല്ലാ കളേഴ്സ്, നിലവിലുള്ള 3 കളേഴ്സ് വൈറ്റ്, ഗ്രേ ആൻഡ് ബ്ലാക്ക്, ഈ 3 കളേഴ്സ് നിലനിർത്തിക്കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം 15 ലൈനപ്പിൽ ആപ്പിൾ അഡീഷണൽ കൊണ്ടുവന്നൊരു കളറാണ് ബ്ലൂ ടൈറ്റേനിയം. അത് റീപ്ലേസ് ചെയ്തൊരു ഡെസേർട്ട് ഗോൾഡ് കളർ അല്ലെങ്കിൽ ആ ഒരു ഫിനിഷ് ആയിരിക്കാം ആപ്പിൾ പുതിയ പ്രോ സീരീസിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ നോൺ പ്രോ മോഡൽസിലേക്ക് വരുമ്പം നിലവിലുള്ള അതേ സെയിം കളേഴ്സ് അഡീഷണൽ ആയിട്ട് ഒരു പർപ്പിൾ കളറും കൂടെ ആഡ് ചെയ്താലാണ്. അതോടൊപ്പം തന്നെ ആ കളേഴ്സിൽ വരാൻ പോകുന്ന വ്യത്യാസം, ഇപ്പം 15 സീരീസിൽ നമുക്കറിയാം ഒരു പേസ്റ്റൽ കളറാണ്. ആ ഒരു ഡിവൈസിലേക്ക് ലൈറ്റ് പതിക്കുന്നതനുസരിച്ചാണ് അതിൻ്റെ കളേഴ്സ് ടോൺ ചേഞ്ച് ചെയ്യുന്നത്. എന്നാൽ 16 ലൈനപ്പിലേക്ക് വരുമ്പോൾ ആ ഒരു പേസ്റ്റൽ കളറിൽ നിന്ന് മാറി ഇത് പണ്ടുണ്ടായിരുന്ന പോലത്തെ ഒരു ഇച്ചിരി കൂടെ സോളിഡ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കാം ആപ്പിൾ ഈ പ്രാവശ്യം കൊടുക്കാൻ പോകുന്നത്. ഇനി ഡിസൈൻ വൈസ് പറയുവാണെങ്കിൽ യാതൊരു വ്യത്യാസവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം എല്ലാ വർഷവും ഐഫോൺ 12 മുതൽ 12, 13, 14, 15 ഇറങ്ങുമ്പം സ്ഥിരമായിട്ട് കാണുന്ന ഒരു ട്രോളാണ് ഇത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ വർഷം പ്രോ മോഡൽസിൽ അത്ര കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നും തന്നെ ഡിസൈനിൽ പ്രതീക്ഷിക്കുകയോ വേണ്ട. എന്നാൽ നോൺ പ്രോ മോഡലായിട്ടുള്ള 16ഉം 16 പ്ലസിലേക്ക് വരുമ്പം ക്യാമറ മോഡുകളിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇത് പെട്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ വെറുതെ കൊടുക്കുന്നൊരു കാര്യമല്ല. ഇത് സ്പേഷ്യൽ ഓഡിയോ, അതായത് നമ്മൾ വിഷൻ പ്രോ ഉപയോഗിച്ചുകൊണ്ട് അവർ വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്പേഷ്യൽ ഡെപ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാകണം, അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ഓറിയൻറ്റേഷനിൽ ക്യാമറ സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഐഫോൺ 10-10s നമ്മൾ കണ്ട് പരിചയപ്പെട്ട ആ ഒരു ഡിസൈൻ അതിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ് രീതിയിൽ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഡിവൈസ് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കുന്നതാണ്. അത് ഒഴിച്ചു നിർത്തിയാൽ വേറെ കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നും തന്നെ ബാക്കിലും ഫ്രണ്ടിലും ഒന്നും വരുന്നില്ല. കഴിഞ്ഞ 2 വർഷങ്ങളിൽ 14 and 15 സീരീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരാൻ പോകുന്ന ഡിവൈസിൻ്റെ ഓവറോൾ ചേഞ്ചസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ആക്ഷൻ ബട്ടൺ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ എല്ലാ ഡിവൈസുകളിലേക്കും ലോവർ മോഡൽസും അതോടൊപ്പം ഹയർ മോഡൽസിലേക്കും കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വിക്കായിട്ട് എന്തെങ്കിലും മെനു സെറ്റ് ചെയ്താൽ നമുക്ക് അത് ഉപയോഗിച്ച് ഇൻവോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ക്യാപ്ചർ ബട്ടൺ എന്ന് പറയുന്ന ഒരു ബട്ടണും കൂടെ ആപ്പിൾ കൊണ്ടുവരുന്നു. ഇത് ഡെഡിക്കേറ്റഡ് ഫോർ ഫോട്ടോ ആൻഡ് വീഡിയോഗ്രാഫിക്ക് ആയിരിക്കും. ഇതിൽ ഹാഫ് പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു ബട്ടണിൽ ഹാഫ് പ്രസ് ചെയ്താൽ നമ്മൾ DSLRലും മിറർലെസ് ക്യാമറാസിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന പോലെ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ഫോക്കസ് അവിടെ ലോക്ക് ആയിരിക്കും. അതോടൊപ്പം ഫുൾ പ്രസ്സിൽ നമുക്ക് ആ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ഒരു ബട്ടണിൽ തന്നെ നമുക്ക് സ്വൈപ്പ് ജസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം സൂം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതോടൊപ്പം ബാക്കിയുള്ള ബട്ടൺസ്
അതായത് വോളിയം റോക്കേഴ്സും പവർ ബട്ടണും. ഇതിൻ്റെ ഡിസൈനിലും കാര്യമായിട്ടുള്ള ചെറിയ മിനിമൽ ചേഞ്ചസ് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. ഫിസിക്കലി ഇങ്ങനെയുള്ള ചേഞ്ചസ് കഴിഞ്ഞാൽ 16 സീരീസിനെ നമ്മൾ മറ്റുള്ള ഡിവൈസുകളിൽ നിന്ന് ഓപ്റ്റ് ചെയ്യാൻ നമ്മൾ അത് സെലക്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന 2-3 കാര്യങ്ങളാണ് ഇനി ഞാൻ പറയുന്നത്. ഒന്ന്, ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് ആപ്പിൾ ഈ പ്രാവശ്യം കൊടുക്കുന്നത്. അതാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിഫറൻസസ്. എന്നാൽ ഈ വർഷം 10% ഇൻക്രിമെൻ്റ് ആണ് ബാറ്ററിയുടെ കാര്യത്തിൽ കൊണ്ടുവരുന്നത്. ഏറ്റവും കൂടുതൽ ഐഫോൺ യൂസേഴ്സ് സങ്കടപ്പെടുന്ന ഒരു മേഖല, ഒരു സിനാരിയോ ആണ് ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആകുമ്പോൾ ഉള്ള കുഴപ്പം എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണക്കാരൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വില്ലനായിട്ട് ആക്ട് ചെയ്യുന്നത് ഹീറ്റാണ്. നമുക്കറിയാം, ചാർജ് ചെയ്യുന്ന സമയത്ത്, വയർലെസ് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഹീറ്റാണ് ഉണ്ടാകുന്നത്. സോ ഈ ഒരു ഹീറ്റിനെ കൺട്രോൾ ചെയ്യാൻ ആപ്പിൾ ഈ വർഷം ബാറ്ററിക്ക് ചുറ്റിനും ഒരു മെറ്റൽ കേസിങ് കൊണ്ടുവരുന്നു. സോ ഈ ഒരു മെറ്റൽ കേസിങ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഹീറ്റ് കൺട്രോളും അതോടൊപ്പം തെർമൽ സ്റ്റെബിലിറ്റിയും നമ്മുടെ ഡിവൈസുകൾക്ക് ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ ഡിവൈസ് യൂസ് ചെയ്യുമ്പോഴും ചാർജ് ചെയ്യുമ്പോഴും ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ കൺട്രോൾ ചെയ്യാൻ, അത് ഈ യൂസേഴ്സിന് അധികം അനുഭവപ്പെടാത്ത രീതിയിലാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ ഈ ഒരു മെറ്റൽ കേസിങ്ങിനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ബാറ്ററി കഴിഞ്ഞാൽ പിന്നീട് ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇതിൻ്റെ SoC, അതായത് ഇതിൻ്റെ പവർ ചെയ്യുന്ന ഇതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. സോ A18 എന്ന് പറയുന്ന പുതിയ സീരീസ് ഓഫ് ചിപ്പായിരിക്കും ആപ്പിൾ 4 മോഡൽസിനും കൊടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നമ്മൾ കണ്ടാണ് ലോവർ എൻഡ് മോഡൽസിന് അതിന് മുന്നത്തെ വർഷത്തിലെ ചിപ്പും പ്രോ മോഡൽസിന് പുതിയ ബ്രാൻഡ് ന്യൂ ചിപ്പുമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ വർഷം 4 മോഡൽസിലും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ചിപ്പായിരിക്കും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് A18 എന്ന് പറയുന്ന ചിപ്പ് നോൺ പ്രോ മോഡൽസ് ആയിട്ടുള്ള iPhone 16ലും 16 പ്ലസിലും, A18 Pro എന്ന് പറയുന്ന ചിപ്പ് ഹയർ എൻഡ് മോഡൽസ് ആയിട്ടുള്ള 16 പ്രോയിലും 16 Pro Maxലും ആയിരിക്കും ആപ്പിൾ കൊടുക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു മാറ്റം ഈ ഒരു 16 ലൈനപ്പിലേക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിനൊറ്റ ഉത്തരവുള്ളൂ, AI ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പുതിയ ഫീച്ചർ എല്ലാ യൂസേഴ്സിനും ലഭിക്കണം എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഈ വർഷം ഇറങ്ങാൻ പോകുന്ന ഡിവൈസിൽ നമ്മൾ ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്ത് വാങ്ങുന്ന ഡിവൈസിൽ നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീച്ചർ യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ആപ്പിളിനെ സംബന്ധിച്ച്. സോ അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും ആപ്പിൾ ന്യൂറൽ എഞ്ചിൻ്റെ കോർ കൗണ്ടിൽ സിമിലറായിട്ടുള്ള കോർ കൗണ്ടുള്ള ഒരു ചിപ്പ് തന്നെയായിരിക്കും ആപ്പിൾ ലോവർ എൻഡ് മോഡൽസിനും ഹയർ എൻഡ് മോഡൽസിനും കൊടുക്കാൻ പോകുന്നത്. എന്നാൽ ഇവിടെ വരാൻ പോകുന്ന ഡിഫറൻസ് എവിടെയാണെന്ന് വെച്ചാൽ GPU കോറുകളുടെ കാര്യത്തിലായിരിക്കും. കാരണം കുറേയും കൂടെ ബെറ്റർ ആയിട്ടുള്ള GPU പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് A18 Pro തന്നെയായിരിക്കും. എന്തായാലും ഈ 2 ചിപ്പുകൾ തമ്മിൽ തീർച്ചയായിട്ടും ഡിഫറൻസ് ഉണ്ടാകും. കാരണം AI ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് കേപ്പബിലിറ്റി 2 ഡിവൈസിലും ഓൺ ഡിവൈസ് പ്രോസസ്സ് ചെയ്യാനുള്ള ആ ഒരു പവറും കാര്യങ്ങളും കേപ്പബിലിറ്റി എല്ലാം കൊടുക്കുമെങ്കിലും ആപ്പിൾ എവിടെയെങ്കിലും അതിനെ തടയുന്നുണ്ടെങ്കിൽ അധികം പെർഫോമൻസിൽ ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഒരു മേഖലയായിരിക്കണം അതാണ് GPU കോറുകളുടെ കൗണ്ടിലായിരിക്കാം ആപ്പിൾ അത് ലോവർ ചെയ്യാൻ പോകുന്നത്. അതായത് A18 ലോവർ GPU കോറും A18 Proയിൽ ഹയർ GPU കോറും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ GPU കോറുകളുടെ കൗണ്ടിലായിരിക്കാം ആപ്പിൾ ഏറ്റവും കൂടുതൽ വ്യത്യാസങ്ങൾ വരുത്താൻ പോകുന്നത്. പിന്നീട് വരാൻ പോകുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് റാമിൻ്റെ കാര്യത്തിലാണ്. 6GB റാമും 8GB റാമും ആണോ നിലനിർത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ക്ലാരിറ്റി വന്നിട്ടില്ല. കാരണം 15 Proയിൽ നമുക്കറിയാം 8GB റാമാണ് ആപ്പിൾ കൊടുത്തേക്കുന്നത്. സോ AI ആപ്പിൾ ഇൻ്റലിജൻസ് ഓൺ ഡിവൈസ് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 8GB റാം മിനിമം റിക്വയർമെൻറ്റ് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള കുറേയധികം മാറ്റങ്ങളാണ് ആപ്പിൾ നിലവിൽ കൊണ്ടുവന്നേക്കുന്നത്. നമുക്കറിയാം M1 M2 പ്രോസസ്സറിലൊക്കെ ആപ്പിൾ ഇൻ്റലിജൻസ് ഫങ്ഷനാലിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 8GB റാമാണ്. സോ അതുകൊണ്ട് തന്നെ ലോവർ എൻഡ് iPhone 16ലും 16 പ്ലസിലും ഈ പറഞ്ഞ AI ഫങ്ഷനാലിറ്റി വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ 8GB റാം ആയിരിക്കാം ആപ്പിൾ ലോവർ എൻഡ് മോഡൽസിൽ ചിലപ്പോൾ ഒരു പക്ഷേ കൊടുക്കാൻ പോകുന്നത്. എന്നാൽ പ്രോ മോഡൽസിലേക്ക് 12GB റാമാണോ 10GB റാമാണോ കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. ഈ ഒരു ഏരിയ മാത്രമാണ് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു പിക്ചർ ലഭിക്കാൻ നിൽക്കുന്നത്. എനിവേ ഇത്രയധികം മാറ്റങ്ങളാണ് iPhone 16 ലൈനപ്പിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള 2 പ്രോഡക്ട്സിലേക്ക് പോകും. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പുതിയ മാക് മിനി ബ്ലൂംബർഗിലെ മാർക്ക് ഗ്രൂമൻ പ്രൊവൈഡ് ചെയ്ത ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് നിലവിലുള്ള ആപ്പിൾ ടി വി ബോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, വളരെ തിന്നറായിട്ടുള്ള വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ് ആപ്പിൾ TV. സോ ആപ്പിൾ TVയുടെ അത്ര ചെറുതല്ല, എന്നാൽ നിലവിലുള്ള മാക് മിനിനേക്കാൾ ചെറുതായിട്ടുള്ള ഒരു ഡിസൈനും ഷേപ്പും ഹൈറ്റും വെയിറ്റും ഒക്കെ ആയിരിക്കാം പുതിയ മാക് മിനി ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ പുതിയ മാക് മിനി വിത്ത് M4 ചിപ്പായിരിക്കാം ഇതിലെ മാക് ലൈനപ്പിലെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ബാക്കിയുള്ള ഡിവൈസുകൾക്കൊന്നും റീഡിസൈനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും ഈ ഒരു പ്രോസസ്സർ വൈസ് ഇപ്പോൾ നിലവിലുള്ള മാക്ബുക്ക് പ്രോയ്ക്കും മാക്ബുക്ക് എയറിനും മറ്റു മാക്കുകൾക്കും M4 ചിപ്പിലേക്ക് ഒരു അപ്ഗ്രേഡേഷൻ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഡിസൈൻ വൈസ് യാതൊരു ചേഞ്ചും മാക്കുകളുടെ കാര്യത്തിൽ എക്സെപ്റ്റ് മാക് മിനിയുടെ കാര്യത്തിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ഇതിലെ മൂന്നാമത്തതും ഏറ്റവും അവസാനത്തെയും പ്രോഡക്റ്റ് ലൈനപ്പ് എന്ന് പറയുന്നത് എയർപോഡ്സ് ആണ്. എയർപോഡ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം എയർപോഡ്സ് പ്രോ
നമുക്കറിയാം റീസെൻ്റ്ലി അതിന് ചെറിയ ചിപ്പ് അപ്ഗ്രേഡും മറ്റ് അഡീഷണൽ ഫീച്ചേഴ്സും ആപ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം iOS 18 റിലീസ് ചെയ്യുമ്പം അഡീഷണൽ സോഫ്റ്റ്വെയർ പരമായിട്ട് കുറച്ച് ചേഞ്ചസ് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഏറ്റവും വലിയ റീഡിസൈൻ മാറ്റം വരാൻ പോകുന്നത് എയർപോഡ്സ് നോർമൽ എയർപോഡ്സാണ്, അതായത് എയർപോഡ്സ് 4th ജനറേഷൻ. 4th ജനറേഷൻ എയർപോഡ്സിൽ ആപ്പിൾ 2 ടൈപ്പ് ഓഫ് എയർപോഡ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉള്ളതും മറ്റൊന്നത് ഇല്ലാത്തതും. സോ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ നമുക്കറിയാം എയർപോഡ് ലൈനപ്പ് ഇപ്പം 2 മോഡൽസിനാണ് ഈ ഒരു ANC ഫീച്ചർ ആപ്പിൾ കൊടുത്തേക്കുന്നത്. ഒന്ന് എയർപോഡ്സ് പ്രോയിനും മറ്റൊന്ന് എയർപോഡ് മാക്സിനും. ഈ 2 മോഡൽസിൽ നമുക്കറിയാം അതിൻ്റെ ഒരു ഓവറോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നോയിസ് അകത്തേക്ക് കയറാത്ത ടൈപ്പിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. എസ്പെഷ്യലി ബഡ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഇന്നിയർ ബഡാണ്, അകത്തേക്ക് കയറിയിരിക്കുന്ന ബഡാണ്. അതിനനുസരിച്ചുള്ള ഒരു ഐസൊലേഷൻ എപ്പോഴും സൗണ്ടിൻ്റെ കാര്യത്തിലുണ്ടാകും. സോ ഇങ്ങനൊരു ഡിസൈനിൽ നിന്ന് മാറി വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു ഡിസൈനിലേക്ക്, നോർമൽ എയർപോഡ്സ് ഡിസൈനിലേക്ക് ആപ്പിൾ ഈ ഒരു ANC കൊണ്ടുവരുന്നു. അത് തീർച്ചയായിട്ടും വെൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു എയർപോഡ്സ് ലൈനപ്പിലെ ഏറ്റവും വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് ആകാൻ പോകുന്ന ഒരു ഡിവൈസുമായിരിക്കും എയർപോഡ്സ് പ്രോ 4th ജനറേഷൻ വിത്ത് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. സോ അതുകൊണ്ട് തന്നെ എയർപോഡ്സ് പ്രോ 3rd ജനറേഷനിൽ വന്നേക്കുന്ന പോലത്തെ ഒരു ചിപ്പായിരിക്കാം ആപ്പിൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ബെറ്റർ ആയിട്ടുള്ളൊരു സൗണ്ട് ക്വാളിറ്റി മൈക്രോഫോണിൻ്റെ കാര്യത്തിലും, അതോടൊപ്പം തന്നെ ഔട്ട്സൈഡിൽ നിന്ന് വെളിയിൽ നിന്ന് വരുന്ന ഈ സൗണ്ടുകളൊക്കെ ക്യാൻസൽ ചെയ്യാനുള്ള ഔട്ട്സൈഡ് മൈക്രോഫോൺസിൻ്റെ കാര്യത്തിലും ആപ്പിൾ കാര്യമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ഈ പ്രാവശ്യം ഈ ഒരു എയർപോഡ്സ് 4th ജനറേഷൻ കൊണ്ടുവരും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതോടൊപ്പം ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിലും ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സ്റ്റെമ്മിൻ്റെ കാര്യത്തിലും ഓവറോൾ ലുക്കിൻ്റെ കാര്യത്തിലും കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിരിക്കും ആപ്പിൾ ഈ ഒരു 4th ജനറേഷൻ എയർപോഡ്സിൽ കൊണ്ടുവരുന്നത് എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലീക്സും റൂമേഴ്സും എല്ലാം സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റുകളൊക്കെയാണ് സെപ്റ്റംബർ 9 നടക്കാൻ പോകുന്ന ഇവൻറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആപ്പിളിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്രേസി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ. ഇപ്പം ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, നിങ്ങളും എക്സൈറ്റഡ് ആണെന്ന് വിശ്വസിക്കുന്നു. സോ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.